ഹായ് എവ്രി വൺ, ഞാൻ ഡോക്ടർ ഷാലു അനസ്. ഞാനിവിടെ ദുബായിൽ ഗവൺമെൻറ് ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററിൽ ജനറൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് GEC? ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്തുകൊണ്ട് GECയിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം MBBS കഴിഞ്ഞു, ഞാനിവിടെ ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ചെറിയ ട്രെയിനിങ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു ആഡ് ഓൺ ഡിഗ്രി എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഞാൻ ഇനീഷ്യലി GECൻ്റെ ഡിഗ്രീനെ കണ്ടിരുന്നത്. പക്ഷേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത് മെല്ലെ മെല്ലെ എൻ്റെ ഓരോ കരിയറിൻ്റെ ഭാഗങ്ങളിലും ചെറിയൊരു ആഡ് ഓൺ ഈ GEC എന്ന് പറഞ്ഞ അക്കാദമി എനിക്ക് നൽകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങളിത് പഠിക്കണം. റൈറ്റ് പ്ലേസിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ആസ് എ ഡോക്ടേഴ്സ് മാത്രമല്ല, ഹിമാലയം വരെ കയറാൻ ആഗ്രഹിക്കുന്നതും കഴിയുന്നതുമായ ഡയറക്ടേഴ്സിൻ്റെ ഒരു പാനൽ നിങ്ങളുടെ മുന്നിലുണ്ട്. അവർ സെലക്ട് ചെയ്ത ആളുകൾ, അവർ തരുന്ന ട്രെയിനിങ്, എന്നിരുന്നാലും നിങ്ങൾക്ക് ലൈഫിൽ അത് മുന്നോട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കരിയറിനെ ഇനി മുതൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ബിഫോർ GEC ആഫ്റ്റർ GEC തന്നെയാണ്. കാരണം GECയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ കൂടി ഞങ്ങളൊരു കണക്ട് ഫോർ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ കൺസൾട്ടൻസി ദുബായിൽ ഫോം ചെയ്തു. അത് സക്സസ്ഫുൾ ആയിട്ട് വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയായിട്ട് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഊർജ്ജം കിട്ടിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും GECന്ന് കിട്ടിയിരിക്കുന്ന അടിത്തറ തന്നെയാണ്.